നമസ്കാരം. ഗാസ ഏറ്റെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് തുർക്കി. ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ഒരിക്കലും അനുവദിക്കാനാകില്ലെന്നാണ് തുർക്കി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ പദ്ധതിക്കെതിരെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നും തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ ആഹ്വാനം ചെയ്യുന്നു. ഹമാസ് കീഴടങ്ങുന്നതിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈജിപ്തിൽ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷമായിരുന്നു തുർക്കി വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. പലസ്തീനികളെ പട്ടിണിയിലാഴ്ത്തി പുറത്താക്കുക, ഗാസയെ സ്ഥിരമായി ആക്രമിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ നയം നടപ്പിലാക്കിയതെന്നും ഇസ്രയേലിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നത് തുടരുന്നതിന് രാജ്യങ്ങൾക്ക് ന്യായീകരിക്കാവുന്ന ഒരു ഒഴിവുകഴിവുമില്ല. എന്നാൽ ആളുകൾ ഗാസയിൽ പട്ടിണി കിടക്കുകയാണെന്നും ഇസ്രയേൽ നിഷേധിക്കുന്നു. 2023 ഒക്ടോബറിലെ ആക്രമണത്തിൽ 1200 പേരെ കൊന്നൊടുക്കിയ പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസ് കീഴടങ്ങുന്നതിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് സംഭവിക്കുന്നത് വളരെ അപകടകരമായ ഒന്നാണ്. ഒരു ജനതയ്ക്കെന്നോ അയൽ രാജ്യങ്ങൾക്കെന്നോ അല്ല. ഇസ്രയേലിന്റെ പ്ലാൻ ഒരിക്കലും അനുവദനീയമല്ല. ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്താൻ ഈജിപ്ത്, ഖത്തർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മധ്യസ്ഥർ മാസങ്ങളായി ഒത്തുതീർപ്പാക്കലിന് ശ്രമിക്കുകയാണ്. അതേസമയം ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കുകയല്ല ലക്ഷ്യമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയാണ്. ഹമാസിന്റെ പിടിയിൽ നിന്നും ഗാസയെ മോചിപ്പിക്കുകയാണ് ലക്ഷ്യമത്രേ. ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രമത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് നെതന്യാഹു ഇക്കാര്യത്തിൽ വിശദീകരണവുമായി എത്തിയതും. ഹമാസിന്റെ പിടിയിൽ നിന്നും ഗാസയെ മോചിപ്പിക്കുകയാണ് ലക്ഷ്യം നെതന്യാഹു എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹമാസിന്റെ പിടിയിൽ നിന്നും മോചിപ്പിച്ച് ഗാസയുടെ നിയന്ത്രണം സമാധാനാകാംക്ഷികളായ ഭരണ സംവിധാനത്തെ ഏൽപ്പിച്ചാൽ അതിലൂടെ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുവാനും ഭാവിയിൽ നടക്കാവുന്ന ആക്രമണ ഭീഷണി ഇല്ലാതാക്കുവാനും സാധിക്കുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഗാസ നഗരം പൂർണ്ണമായും കീഴ്പ്പെടുത്താൻ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരുന്നു. ഇതിനെതിരെ യുഎന്നും ചൈന ഉൾപ്പെടെയുള്ള വൻ ശക്തി രാജ്യങ്ങളും രംഗത്തെത്തി. ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങാൻ ബന്ദികളുടെയും ബന്ധുക്കളും ഇസ്രായേൽ പ്രതിപക്ഷവും തീരുമാനിച്ചിട്ടുണ്ട്. ബന്ദികളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതാണ് മന്ത്രിസഭയുടെ മണ്ടൻ തീരുമാനമെന്നും അത് വൻ ദുരന്തത്തിന് കാരണമാകുമെന്നും ബന്ദികളുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന വ്യക്തമാക്കുന്നുണ്ട്. അപകടകരമായ പദ്ധതി ഗാസയിലെ മാനുഷിക ദുരന്തം കൂടുതൽ തീവ്രമാക്കുകയും ചെയ്യൂ എന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കുന്നു. ചൈന, കാനഡ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിന്റെ പദ്ധതിയെ വിമർശിക്കുകയാണ്. ബന്ദികളെ മുഴുവൻ തിരികെ എത്തിക്കുക, ഹമാസിനെ നിരായുധീകരിക്കുക, ഗാസ മുനമ്പിൽ ഇസ്രായേലിന്റെ നിയന്ത്രണം, ബദൽ സിവിലിയൻ സർക്കാർ രൂപീകരണം, സൈനികവൽക്കരണം തുടങ്ങിയ നെതന്യാഹുവിന്റെ 5 നിർദ്ദേശങ്ങൾക്കും ഗാസ നഗരം പൂർണ്ണമായും പിടിച്ചെടുക്കാനുമാണ് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റിന്റെ അംഗീകാരം. പട്ടിണി പിടിമുറക്കിയ ഗസയിലേക്ക് അടിയന്തര ഇടപെടലും സഹായവും ആവശ്യമായ ഘട്ടത്തിൽ ക്രൂരമായ സൈനിക നടപടിക്ക് ഇസ്രായേൽ തുനിയുന്നത് 10,000ങ്ങളുടെ മരണത്തിലേക്കാണ് കലാശിക്കുക. ബന്ദികളുടെ ജീവനേക്കാൾ രാഷ്ട്രീയ താല്പര്യമാണ് നെതന്യാഹു വലുതെന്നും തെളിയിച്ചിരുന്നെന്നും ഹമാസ് പ്രതികരിക്കുന്നു. ശക്തമായ ചെറുത്തുനിൽപ്പിന് സജ്ജമാണെന്നും സംഘടന വ്യക്തമാക്കുന്നു. ഗാസ സിറ്റി പിടിച്ചെടുക്കുവാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയതിനു പിന്നാലെ ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കുന്നത് താൽക്കാലികമായി ജർമ്മനി നിർത്തിവെച്ചു. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷികളിലൊന്നായ ജർമ്മനിയുടെ നിലപാട് മാറ്റത്തിന്റെ സൂചനയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ഗാസ മുനമ്പിൽ ഉപയോഗിക്കാവുന്ന സൈനിക ഉപകരണങ്ങളുടെ കയറ്റുമതിയാണ് ജർമ്മനി നിർത്തിവെച്ചത്. ഗാസയെ പൂർണ്ണമായും കീഴ്പ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയിൽ അവ്യക്തതയുണ്ട് എന്നാണ് ജർമ്മൻ ചാൻസലർ പറയുന്നത്. ഹമാസിനെ നിരായുധീകരിക്കുന്നതിനും ശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇസ്രായേലിന്റെ പുതിയ നീക്കം സൈനിക പദ്ധതി എങ്ങനെ സഹായിക്കുമെന്ന കാര്യത്തിലും അവ്യക്തതയുണ്ടെന്നും ജർമ്മനി വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച